ആട്ടി ഇറക്കി വിട്ടു അല്ലേ? ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോ ചെന്നത് പോലും സാറിന്റെ ചതിയാണെന്നാ പറയുന്നേ. ഞാൻ പറഞ്ഞതല്ലേ, സിത്താരയുടെ പിടിവാശി എനിക്ക് അറിയാവുന്നോണ്ടാ പറഞ്ഞേ. ഒന്ന് ആലോചിച്ചൂടെ? ഇവളെ ഞാൻ പ്രസവിച്ചതല്ലെന്ന് വെറുതെ ചെന്നങ്ങ് പറയൂ. ഇനി ഞാനില്ല, ഒന്നിനും ഞാനില്ല. അച്ഛാ, അമ്മയോട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ എനിക്കും വിഷമായി. എനിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചതാ അമ്മ. എന്നിട്ടും ഇനിയിപ്പോ രണ്ടാളും മത്സരിച്ച് കരയാനൊന്നും നിൽക്കണ്ട. ശാന്തി, നമുക്ക് മുമ്പ് പരിചയമുള്ള സിത്താര അല്ല അവളിപ്പോ. ആ മാറ്റം വളരെ മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞ ആളാ ഞാൻ. നമ്മൾ നമ്മുടെ മനസാക്ഷിയെ വഞ്ചിച്ചൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാവുന്നതല്ലേ. നമുക്കത് മതി. പിന്നെന്താ, പെറ്റമ്മയെ തേടി പോയിട്ട് കിട്ടാത്തതിന്റെ നിരാശയൊന്നും എന്റെ മകൾക്കുണ്ടാവില്ല. അവൾ ഇതുവരെ കണ്ട അവളുടെ അമ്മ നീയാ. ഇനിയും അങ്ങനെ തന്നെ മതി. ഈ അധ്യായം ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുക. അമ്മേ, പ്രസവിച്ചതാണോ വളർത്തിയതാണോ അതൊന്നും എന്റെ മുന്നിലില്ല. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അമ്മയെ സ്നേഹിച്ചതും ഇപ്പോഴും സ്നേഹിക്കുന്നതും. എന്റെ അമ്മ എന്നെ ചേർത്ത് പിടിക്കുന്ന സുഖമൊന്നും വേറെ ആര് ചേർത്ത് പിടിച്ചാലും എനിക്ക് കിട്ടില്ല. എനിക്ക് ഈ അമ്മ മതി. മോളെ, ഇനിയിപ്പോ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നമുക്ക് പോവാം അല്ലേ ശാന്തി? പോവാ സാറേ. എല്ലാ കണക്കുകൂട്ടലുകളും പിഴച്ചു പോയില്ലേ? അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യവും ഇതുവരെ നേരത്തിന് നടന്നിട്ടില്ലേ. വാ മോളെ. മാം, ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടൂ? പറഞ്ഞോളൂ. ഏതെങ്കിലും ഒരു അമ്മ സ്വന്തം മകളെ മറ്റൊരാളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവളെ ഞാനല്ല നിങ്ങൾ പ്രസവിച്ചാണെന്ന് പറയൂ? അങ്ങനെ ഒരു കാര്യം പറയാൻ ഒരു പെറ്റമ്മയ്ക്ക് സാധിക്കൂ? അവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഗാഥ മാഡവും കൃഷ്ണയും ഒരുപോലെയല്ലേ ഇരിക്കുന്നേ. അപ്പോ കൃഷ്ണ മാമിന്റെ മകളാകാൻ ഒരു ചാൻസ് ഇല്ലേ? മാം ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്കി. അവര് പറയുന്നത് പൂർണ്ണമായിട്ട് സത്യമാണെങ്കിൽ തള്ളിക്കളയുന്നത് സ്വന്തം മോളെ തന്നെയല്ലേ മാം? കൂടെ നിന്നവരാരെങ്കിലും സിനിയെ ചതിച്ചിട്ടുണ്ടോ? ആത്മാവ് പങ്കിട്ട് കൊടുത്തവരാരെങ്കിലും നിന്നെ വഞ്ചിച്ചിട്ടുണ്ടോ? എന്നോടിത് രണ്ടും ചെയ്തിട്ടുണ്ട്, ശ്രീനിവാസും തങ്കവും.